നമ്മൾക്ക് പലപ്പോഴും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നൊരു വാക്കാണ് ഐ ഹാവ് ടു, എനിക്ക് വേണം, ഞാനത് ചെയ്യണം എന്നുള്ളത്. മറിച്ച് ഈ വാക്കിനെ ഐ ചൂസ് ടു, ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന രീതിയിലേക്കൊന്ന് പരിവർത്തനം ചെയ്താൽ എന്താ സംഭവിക്കുക? അത് നമുക്ക് വല്ലാണ്ട് സ്ട്രെസ് ഉണ്ടാക്കില്ല, നമ്മൾ സമാധാനപരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യും. നമ്മൾ തിരഞ്ഞെടുക്കുക, നിർബന്ധ ബുദ്ധിയോടെ ചെയ്യാതെ നമ്മൾ സ്വയം ഒരു ഇൻട്രസ്റ്റോടെ തിരഞ്ഞെടുക്കുക. എടാ മോനെ നീ പഠിക്കടാ എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് ഞാനിപ്പോൾ പഠിക്കുക എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സ്വയം ചെയ്യാനുള്ളൊരു താല്പര്യം, ഇൻട്രസ്റ്റൊക്കെ അവിടെ ഉണ്ടായി വരും. ഇതുപോലെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സുമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. എനിക്കിത് ചെയ്യേണ്ടി വരുന്നു എന്നതിന് പകരം ഇത് ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഒരു മുദ്രാവാക്യം പോലെ അങ്ങോട്ട് വിളിക്കുക. എനിക്കിപ്പോൾ ജോലിക്ക് പോകണം. നിങ്ങളുടെ തലച്ചോറ് എന്താ കാണുന്നത്? അവിടെ ഒരു ഭാരമാണ് ഫീൽ ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ പറയാം, ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുകയാണ്, ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. നിങ്ങളുടെ ബ്രെയിൻ ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അവിടെ രണ്ട് ഡിഫറെൻ്റ് എമോഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് പ്ലസൻ്റ് എമോഷൻ, രണ്ടാമത്തേത് അസ്വസ്ഥതയുടെ എമോഷൻ. ജീവിതം ഒരു ജിമ്മ് പോലെയാണ്. നിങ്ങൾ പറയാണ്, എനിക്കിപ്പോൾ ഇത്രയും വെയിറ്റൊക്കെ എടുത്ത് പൊക്കണമല്ലോ. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടയേർഡായി. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഞാനിത് തിരഞ്ഞെടുക്കുക, നല്ല സ്ട്രോങ് ആവാൻ വേണ്ടി തിരഞ്ഞെടുക്കണം. അപ്പോഴേക്ക് നിങ്ങൾക്ക് പേറുന്ന വെയിറ്റ് പോലും നിങ്ങൾക്ക് വളരെ ലൈറ്ററായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. ഒരു ദിവസം ഒരു ഡോക്ടറെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ എന്നും മെഡിറ്റേറ്റ് ചെയ്യണം എല്ലാ രാവിലെ, എന്തൊരു ബോറിങ്ങാണ്. ഡോക്ടർ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, നീ മെഡിറ്റേറ്റ് ചെയ്യണ്ട. അവിടെ കുത്തിയിരുന്നിട്ട് നീ ഒരു കാര്യം ചെയ്തു, അവിടെ ഇങ്ങനെ കുറച്ച് നേരം കുത്തിയിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറേ ആഴ്ചകൾ കഴിഞ്ഞ് അയാൾ വന്നു, ഡോക്ടറെ ഞാനിപ്പം മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തു. ഓക്കെ, എന്ത് ആക്ഷൻസ് നമുക്ക് സ്വീകരിക്കാം? ഒന്ന് അവെയർനെസ്സാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ഐ ഹാവ് ടു, ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങൾക്ക് പടപ്പോലെ എനിക്കിപ്പം പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പോസ്റ്റ് നമുക്ക് അറിവുകൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു അറിവ് വരുമ്പോൾ നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഞാൻ തിരഞ്ഞെടുത്തു ഐ ചൂസ് ടു, ഞാനിപ്പം ഉറങ്ങാൻ വേണ്ടി തീരുമാനിക്കാം. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ചൊന്ന് റിലാക്സ് ചെയ്തപ്പം ഐ ചൂസ് ടു ക്രിയേറ്റ് എ വീഡിയോ. ഇപ്പോൾ അതാ ഞാൻ ഇവിടെ വന്നപാട് എനിക്ക് വീഡിയോ ഉണ്ടാക്കണം എന്നുള്ള പൂതിയായിരുന്നു. പിന്നെ ജിമ്മ് ചെയ്യണം, എന്നിട്ട് വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കിയാൽ മതി എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ വീഡിയോ നിന്നുകൊണ്ട് അങ്ങ് ചെയ്യാം, ഇരുന്ന് ചെയ്യണ്ട. അപ്പോൾ കുറച്ച് ശരീര ചലനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഐ ചൂസ് ടു. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീഡിയോ ക്രിയേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യും. പിന്നെ ഐ ചൂസ് ടു സ്ലീപ്പ്. ആ സമയത്ത് ഈ ഷൂട്ട് ചെയ്ത ഫയലൊക്കെ മൊബൈലിലേക്ക് മാറ്റും. സ്ലീപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാനൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയം കിട്ടുകയാണ്, ഒരു അരമണിക്കൂർ ഐ ചൂസ് ടു. നിർബന്ധമായിട്ടില്ല, മനസ്സിലായില്ലേ? നിർബന്ധമായിട്ടില്ല. നമുക്ക് നിർബന്ധ ബുദ്ധി അവിടെ ഉണ്ടാക്കും, അതിന് നമ്മൾ മറികടക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ റീപ്ലേസ് ചെയ്യണം. ഐ ചൂസ് ടു, ഞാൻ തിരഞ്ഞെടുക്കുന്നു. മറ്റേ നമ്മൾ ഐ ഹാവ് ടു എന്ന് പറഞ്ഞു, അതിനെ ചൂസ് ടു തിരഞ്ഞെടുക്കുക. ഐ ചൂസ് ടു വർക്ക്, ഐ ചൂസ് ടു കെയർ മൈ ഫാമിലി. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യും. ഞാൻ ഉറങ്ങണം ചൂസ് ചെയ്തല്ലോ, അതുപോലെ ആ ചേഞ്ച് ചെയ്യുമ്പം നിങ്ങൾക്കൊരു എനർജി ഷിഫ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ ലോകത്തെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പം നിങ്ങളൊരു തടവുകാരനാവുന്നു. ഞാൻ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പം നിങ്ങളൊരു സൃഷ്ടാവാകുന്നു. അതാണ് യാഥാർത്ഥ്യം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നിങ്ങളെ മനസ്സിൻ്റെ സമാധാനത്തിലേക്ക് നയിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്നോട്ട് അങ്ങനെ ജീവിക്കുക കേട്ടോ. ഈ ചൂസ് എന്നുള്ള ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ കുറച്ചൊന്ന് മാറ്റണം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. ഓക്കെ, ഇന്ന് മുതൽ 24 മണിക്കൂർ എനിക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നതിന് പകരം
ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞൊന്ന് ജീവിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞറിയിക്കുക. എന്നാലേ നമുക്കറിയുള്ളൂ ഇതിൻ്റെ പ്രതികരണം എങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സിലും വികാരത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞറിയിക്കുക.